ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, മാർച്ച് മാസം 28 വെള്ളിയാഴ്ച തിരുസഭ മാതാവിനോട് ചേർന്ന് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 28 മുതൽ 34 വരെയുള്ള സുവിശേഷ ഭാഗമാണ് നാം ധ്യാനിക്കുന്നത്. ഈശോനാഥൻ സുപ്രധാനമായ കൽപ്പനകളെക്കുറിച്ച് പഠിപ്പിക്കുന്ന സുവിശേഷ ഭാഗത്തിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. എല്ലാറ്റിനും പ്രധാനമായ കൽപ്പന ഏതാണെന്ന് ഈശോനാഥനോട് ചോദിക്കുന്ന നിയമജ്ഞന് ഈശോനാഥൻ കൃത്യമായ മറുപടി കൊടുക്കുന്നു. ഒന്നാമതായി, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. രണ്ടാമത്തെ കൽപ്പന, നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഇവയേക്കാൾ വലിയ കൽപ്പനയൊന്നുമില്ല. ഈ 2 കൽപ്പനകളും പൂർണ്ണമായി ജീവിക്കുവാനാണ് ഓരോ ക്രൈസ്തവനും വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഒന്നാമത്തേത്, എനിക്കുള്ളതല്ല എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മക്കൾ, എൻ്റെ ആരോഗ്യം, എൻ്റെ ജോലി, ഞാൻ ഭൗതികമായി നേടിയതെല്ലാം എനിക്ക് ദൈവം തന്നതാണെന്ന് മനസ്സിലാക്കി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, ദൈവത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട്, ഈ നേട്ടങ്ങളെക്കാൾ ഉപരി ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് കൃതജ്ഞതയോടെ ജീവിക്കുന്നതാണ് ഒന്നാമത്തെ കൽപ്പനയുടെ പൂർത്തീകരണം. രണ്ടാമത്തെ കൽപ്പന കൊണ്ട് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക്, നന്മകൾക്ക്, കൃപകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നാം നമ്മളെ സ്നേഹിക്കുന്നത് പോലെ, നാം ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെ സഹോദരനെ അവൻ്റെ കുറവുകളും അവൻ്റെ നന്മകളും അവൻ്റെ വീഴ്ചകളും അവൻ്റെ ബലഹീനതകളും മനസ്സിലാക്കി ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഒന്നും പ്രതീക്ഷിക്കാതെ സഹോദരനെ സ്നേഹിക്കുന്ന അവസ്ഥയാണ് രണ്ടാമത്തെ കൽപ്പനയുടെ പൂർത്തീകരണം. നിന്നെ സ്നേഹിക്കുന്നത് പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് ദൈവം നമ്മളോട് അരുൾ ചെയ്യുമ്പോൾ ഉപാധികളൊന്നുമില്ലാതെ സഹോദരനെ സ്നേഹിക്കുവാൻ പറ്റുന്ന ഒരു മാനസിക അവസ്ഥയിലേക്ക്, ഒരു ബോധ്യത്തിലേക്ക് ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ്. എന്നാൽ സാധാരണ മനുഷ്യരായ ബലഹീനരായ നാം നമ്മുടെ ഈ ചെറിയ സാധാരണ ജീവിതത്തിൽ പലപ്പോഴും പല നേട്ടങ്ങളുടെ സമയങ്ങളിൽ, പല വിജയ വഴികളിൽ ദൈവത്തെ മറന്നുപോയിട്ടുണ്ട്. ഈ നേട്ടങ്ങളും വിജയങ്ങളും ദൈവം തന്നതാണെന്ന് മനസ്സിലാക്കി ദൈവത്തിന് നന്ദി പറയാതെ, ദൈവത്തിന് സുപ്രധാനമായ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം കൊടുക്കുവാൻ നമ്മൾ മറന്നുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സഹോദരങ്ങളുടെ കുറവുകളിൽ, വീഴ്ചകളിൽ, ബലഹീനതകളിൽ ഒന്നും പ്രതീക്ഷിക്കാതെ സഹോദരങ്ങളെ സ്നേഹിക്കുവാനും നമ്മൾ മറന്നുപോയിട്ടുണ്ട്. വെളിപാട് പുസ്തകം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിനക്ക് ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു. നമ്മളെ ഈശോയോടും നമ്മുടെ സഹോദരങ്ങളോടുമുള്ള ആദ്യം ഉണ്ടായിരുന്ന സ്നേഹത്തിലേക്കാണ് ഈശോനാഥൻ ഈ നോൻപ് കാലത്തിൽ നമ്മളെ ക്ഷണിക്കുന്നത്. എന്തിനേക്കാൾ ഉപരി ദൈവത്തെ സ്നേഹിക്കുവാൻ, ഈശോയെ സ്നേഹിക്കുവാൻ, നമ്മളെ സ്നേഹിക്കുന്നത് പോലെ നമ്മുടെ സഹോദരങ്ങളെയും അവരുടെ കുറവുകളിൽ അവരെ സഹായിച്ചുകൊണ്ട് ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് സ്നേഹിക്കുവാൻ വേണ്ടി ഈശോനാഥൻ നമ്മളെ ക്ഷണിക്കുകയാണ്. ഇന്ന് ഈ സുവിശേഷം പ്രാർത്ഥിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്കും തീരുമാനമെടുക്കാം, എന്തിനേക്കാൾ ഉപരി ഈശോയെ സ്നേഹിക്കുവാനും അതുപോലെ നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുവാനും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.